കൃഷിക്കാർക്കായിട്ട് കാര്യമായിട്ട് ഒന്നുമില്ല. ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു ഹ്രസ്വ പ്രസംഗം, ആരെക്കുറിച്ചും കാര്യമായി ഒന്നും പറയാത്ത ഒരു പ്രസംഗം. എല്ലാം ഇനി ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് എന്നും പറഞ്ഞ് കൃഷിക്കാരെ മറന്നു, ചെറുകിടക്കാരെ മറന്നു, തൊഴിലാളികളെ മറന്നു. ആർക്കും യാതൊരുവിധ സൂചനയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു BJP ഗവൺമെൻറ് വന്നാൽ അവരെന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു ധാരണയില്ല, പ്രത്യേകിച്ച് ചെറുകിടക്കാർക്ക്. ഇതുപര്യന്തമുള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കിയാൽ വൻകിടക്കാർക്ക് മാത്രം ഗുണമുണ്ട്. ചെറുകിടക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരാവട്ടെ, തൊഴിലാളികളാവട്ടെ, അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളാവട്ടെ, നോട്ട് നിരോധനവും കോവിഡും കഴിഞ്ഞിട്ടെല്ലാം അസ്തമിച്ചു പോയതാണ്. ഇനി തിരിച്ചു വരവ് വളരെ അസാധ്യമാണ്. അപ്പോൾ എന്നിട്ടും ഈ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ചൊന്നും യാതൊരു സൂചനയില്ല. വളരെ മോശമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ലോക്സഭയിൽ ധനകാര്യമന്ത്രി നടത്തിയത്. ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നൽകിയ നോട്ടീസ് ഇപ്പോൾ അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷമാണ് സഭ നടക്കുന്നത്. അല്ല, അത് അവിടെ നടക്കുന്ന കാര്യം എനിക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് അവിടെ പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ആളടക്കം ഉള്ള MLA മാരുണ്ട് അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത് സഭക്കകത്തുള്ളത് അവിടെ പറയാൻ കഴിയുള്ളൂ, എനിക്കറിയാൻ കഴിയില്ല ഇന്ന് എന്താ ഉണ്ടായി എന്നുള്ളത്. ഇന്ന് ഞാൻ സഭയിലില്ലല്ലോ. ഒരു പ്രധാന വിഷയം ഈ ഹജ്ജ് യാത്രാ നിരക്കാണ്. അത് 1,27,000 കുറച്ചു. പക്ഷെ അത് അത്ര കുറഞ്ഞാൽ പോരാ, മറ്റുള്ള വിമാനത്താവളങ്ങളിലൊക്കെ ഒരു ന്യായവും ഇല്ല. ഒരു വിമാനത്താവളത്തിൽ നിന്ന് പോകുന്നവരും മാത്രം കൂടുതൽ ചാർജ് കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ എറണാകുളത്തു നിന്നും ബാക്കി എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിൽ നിന്നും ഒന്ന്, കോഴിക്കോടിന് മാത്രം വ്യത്യാസം. അതുകൊണ്ട് തന്നെ അത് വ്യത്യാസപ്പെടുത്തണം, അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അതുകൊണ്ട് നോർമലാക്കണം, മറ്റെല്ലാ എയർപോർട്ട് പോലെ ആക്കണം, അതാണ് അതിൻ്റെ ആവശ്യം. ഇത് ഈ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും മന്ത്രിയുടെ ഒക്കെ ഒരു ഇതുകൊണ്ടാണോ അതിങ്ങനെ ഒരു നടപടിയാവാതെ പോകുന്നത്? അല്ല, അത് പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് ഇത് കുറക്കൽ. അവരാണ് ഇതിന് കാരണക്കാരെന്നൊന്നും പറയുന്നില്ല, അങ്ങനെ പറയുന്നത് ഇപ്പോൾ ശരിയായിരിക്കില്ലല്ലോ. പക്ഷേ അവരാണ് നോക്കേണ്ടത്. ഞാൻ ഹജ്ജ് മന്ത്രിയായിരുന്നു, ആ സമയത്ത് ഞാനാണെങ്കിൽ വളരെ വിജിലൻ്റ് ആവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ നോക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്, ഹജ്ജാവുന്നേ ഉള്ളൂ. ശക്തമായി ഇടപെട്ട് കുറപ്പിക്കൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അധികമായിട്ട് ഒരു സീറ്റ് ചോദിച്ചിട്ടുണ്ട്, ചോദിച്ച മാതിരി തന്നെ നിൽക്കണമെന്ന് ചില മീഡിയയിൽ കണ്ടു. തീരുമാനമായി, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അങ്ങനെ തീരുമാനമായത്. പ്രാഥമിക ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ. തങ്ങൾ സ്ഥലത്തില്ല, തങ്ങളൊക്കെ വന്ന് ഞങ്ങളെ പാർട്ടി കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് ബാക്കി ചർച്ചകൾ വരും ദിവസങ്ങളിൽ സമയമുണ്ടല്ലോ. അത് സംബന്ധിച്ച് കാര്യമായ ചർച്ച നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഒരു തീരുമാനമായിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട സീറ്റ് ഇത്തവണ സാധാരണത്തിൽ നിന്ന് പോലെയല്ല, വേണം എന്നുള്ള നിലക്ക് തന്നെയാണ്. അത് ഒരു അർഹത ഉള്ള കാര്യമാണ്. കുറേ സീറ്റുകളുണ്ട്, വേണമെങ്കിൽ തരാവുന്നതാണ്. അതുകൊണ്ട് ആ കാര്യം ഫർദറായിട്ട് ഡിസ്കഷൻസ് നടക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. പ്രാഥമിക റൗണ്ട് കണ്ടുപോകുന്നു എന്നല്ലാതെ ഒന്നും ആയിട്ടില്ല. അത് സംബന്ധിച്ച് പറയുന്ന റിപ്പോർട്ട് ഇന്നും മീഡിയ കണ്ട റിപ്പോർട്ട് ശരിയല്ല. ഒരു തീരുമാനമായിട്ടില്ല. പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് പോലുമില്ല. തങ്ങൾ വിദേശത്താണ്, തിരിച്ചു വന്ന് ഞങ്ങൾ കൂടിയതിന് ശേഷം നടക്കാൻ പോകുന്ന ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാകുക.